മരണത്തിന്റെ നിറത്തിന് കറുപ്പാണെന്ന് പറഞ്ഞ ഒരു ഒരു ലോകപ്രശസ്തനായ ഒരു പ്രതിഭാശാലിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. എല്ലാവർക്കും ഉണ്ട് മരണഭയം. ഒരു വീട്ടിൽ താമസിച്ചിരുന്ന 3 ചിത്രകാരന്മാരുടെ ഒരു കഥ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാനിന്ന് പറയാം. 3 പേരിൽ ഒരാൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു. അത് വളരെ മൂർച്ഛിച്ച ഒരിക്കൽ അങ്ങ് ന്യൂമോണിയായി മാറി. ജീവിതം അവസാനിക്കുകയാണ് എന്നയാൾ ചിന്തിച്ചു തുടങ്ങി. എന്തായാലും മരണം വരുമെന്ന് അയാൾക്ക് തോന്നി തുടങ്ങിയപ്പോൾ മരണത്തെ സ്വീകരിക്കാൻ തന്നെ അയാൾ തയ്യാറെടുത്തു. എപ്പോഴും തൻ്റെ കിടപ്പുമുറിയിലെ ജനാലയിലൂടെ പുറത്തുള്ളൊരു മരത്തിലേക്ക് അയാൾ ഇങ്ങനെ നോക്കി കിടക്കും. ആ മരത്തിലെ ഇലകൾ കൂട്ടമായി പൊഴിയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ 5 ഇലകൾ മാത്രമേ ആ മരത്തിലുള്ളൂ. ബാക്കിയെല്ലാം കൊഴിഞ്ഞുപോയി. ഈ മരത്തിലെ ഇലകൾ പൂർണ്ണമായും കൊഴിഞ്ഞു തീരുമ്പോൾ ഞാനും മരിച്ചു പോകുമോ? അയാൾക്ക് വല്ലാത്ത ഭയമായി. അയാൾ വിശ്വസിക്കാൻ തുടങ്ങി, ഇലകളെല്ലാം കൊഴിയുമ്പോൾ, ഈ 5 ഇലകളും കൊഴിയുമ്പോൾ എൻ്റെ ജീവിതവും കൊഴിഞ്ഞു പോകും എന്ന്. മരത്തിലെ ഇലകളും നിന്റെ ജീവനും തമ്മിൽ എന്താണ് ബന്ധം? വീട്ടിൽ 2 പേരും അയാളെ കളിയാക്കി ചോദിച്ചു. അന്ന് രാത്രി 4 ഇലകൾ കൂടി പൊഴിഞ്ഞു. നേരം വെളുക്കുമ്പോൾ താൻ മരിച്ചു പോകും, താൻ അസുഖക്കാരനാണ്. ഈ ചിത്രകാരൻ പൂർണ്ണമായും ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങി. ഈ മരത്തിൽ അവശേഷിച്ച ഏക ഇലയെ നോക്കിയാൽ കുറേ നേരം കിടന്നു. അടുത്ത ദിവസം നേരം വെളുത്തപ്പോഴും ആ ഒരു ഇല പൊഴിയാതെ അവിടെ തന്നെ നിൽക്കുന്നു. അയാൾ അത്ഭുതപ്പെട്ടു പോയി. ആ ഇല പൊഴിഞ്ഞില്ല. അന്നും ആ വീട്ടിൽ ആരും മരിച്ചിട്ടില്ല. രാത്രി മുഴുവൻ കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാറ്റിനെ അതിജീവിച്ച് ആ ഒരു ഇല മാത്രം മരത്തിൽ നിന്നു. അതെന്തുകൊണ്ടാണ് എന്ന് എല്ലാവരും ആലോചിക്കാൻ തുടങ്ങി. ശരിക്കും ആ മരത്തിൽ ഇലകളൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാണുന്ന ഇല സുഹൃത്തുക്കളായ ചിത്രകാരിൽ ഒരാൾ മരത്തോട് ചേർന്നുള്ള ചുവരിൽ വരച്ചു വെച്ചതാണ്. മറ്റേ ഇല പൊഴിഞ്ഞുപോയി. ആ ഇലയുടെ ചിത്രത്തിൻ്റെ പൊഴിയാതിരുന്നത് എന്ന് തോന്നിപ്പിച്ചത് ഒരാളുടെ ജീവൻ തന്നെ നിലനിർത്തി. അതുകൊണ്ടാണ് അങ്ങനൊരു ചിത്രം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വരച്ചു വെച്ചത്. കാരണം ഈ ഇല കൊഴിയുകയാണെങ്കിൽ ഇയാളുടെ ആത്മവിശ്വാസം പോകും, അതുപോലെ അയാളുടെ വിശ്വാസങ്ങൾ തകരും, അതോടെ മരണം അയാൾക്ക് ഉറപ്പാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരാളിൻ്റെ മരണം ഒഴിവാക്കാൻ ഒരു ചിത്രത്തിന് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് പറയാം. പറഞ്ഞു വരുന്നത്, ഒരാൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല. എന്നാൽ ചെയ്യുന്ന ചെറിയ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ജീവൻ തന്നെ സംരക്ഷിച്ചൊന്നു വരും. നമ്മൾ സമയത്ത് ഇടപെടണം എന്ന് മാത്രമേ ഉള്ളൂ. ഔചിത്യബോധത്തോടെ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ വിലപ്പെട്ട ജീവനുകൾ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിയും.